ഫാദർ ജോസ് ഹംബർട്ടോ ജനിക്കുമ്പോൾ ഇരു കണ്ണുകൾക്കും കാഴ്ചയുണ്ടായിരുന്നു. എന്നാൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രമേഹം ബാധിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണുകളുടെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുകയായിരുന്നു. കഴിഞ്ഞ 7 വർഷമായി അന്ധത ജീവിതത്തെ ഇരുട്ടിലാക്കിയെങ്കിലും ദൈവം നൽകിയ ഉൾവെളിച്ചം കെട്ടുപോകാതെ അദ്ദേഹം കൊണ്ടുപോയി. അതുവഴി കാഴ്ചയുള്ളപ്പോൾ നേടിയ ആത്മാക്കളെക്കാളും കൂടുതൽ ആത്മാക്കളെ നേടുകയാണ് ഈ വൈദികൻ. ഫാദർ ജോസ് മെക്സിക്കോയിലെ ഗ്വാനജുവാറ്റോ സംസ്ഥാനത്തുള്ള ഇറാപുവാറ്റോയിൽ 1968 മെയ് 4 ജനിച്ചത്. 1996 ജൂലൈ 27 അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു. വർഷങ്ങൾക്ക് മുൻപ് പ്രമേഹബാധയെ തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ കൂടുതൽ മോശമായി. അത് കണ്ണിന്റെ റെറ്റിനയെ ബാധിക്കുകയും കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തു. 9 വർഷമായി താൻ അന്ധനാണെന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ ദുഃഖം ഒട്ടും അലട്ടുന്നില്ല. ഈ ജീവിതാനുഭവങ്ങൾ ആത്മീയമായി തന്നെ ബലപ്പെടുത്തിയെന്നും അദ്ദേഹം പറയുന്നു. കഷ്ടപ്പെടുന്നവരോടും രോഗികളോടുമൊപ്പം കൂടുതൽ സമയം ഇരിക്കാനും അവർ പറയുന്നത് കേൾക്കാമല്ലോ എന്നുമാണ് ഫാദർ ജോസ് പറയുന്നത്. ആരംഭത്തിലെല്ലാം കാഴ്ച നഷ്ടപ്പെട്ടത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നതായി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഈ സമയങ്ങളിൽ വലിയ രീതിയിലുള്ള നിരാശയും കോപവും വൈദികനെ വല്ലാതെ അലട്ടിയിരുന്നു. സഹനങ്ങളോടുള്ള മാനുഷിക ഭാവത്തെ മറികടക്കുവാൻ പൂർണ്ണമായി എനിക്ക് സാധിച്ചില്ലെങ്കിൽ കൂടിയും ദൈവിക പദ്ധതി തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടെന്നും കാഴ്ചയുള്ളപ്പോൾ ഉള്ളതിനേക്കാൾ ആത്മാക്കളെ കാഴ്ചയില്ലാത്തപ്പോൾ ദൈവത്തിനായി നേടാൻ കഴിഞ്ഞുവെന്നും ഫാദർ ജോസ് വെളിപ്പെടുത്തുന്നു. കാഴ്ചയില്ലെങ്കിലും ഫാദർ ജോസ് ഒരു ഇടവകയുടെ ചുമതലക്കാരനാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ഒരു സഹായിയോടുകൂടിയാണ്. കൂടാതെ ആരാധനാ സംഘം സുവിശേഷം വായിക്കുകയും അദ്ദേഹം പ്രബോധനം നൽകുകയും ചെയ്യുന്നു. നിറങ്ങൾ, ആളുകൾ, ദൈനംദിന ജീവിതം, പെട്ടെന്ന് ഒന്നും കാണാത്ത അവസ്ഥ, അത് വളരെ വേദനാജനകമായിരുന്നു. താൻ അനുഭവിക്കുന്ന അതേ കഷ്ടപ്പാടുകളിലൂടെയാണ് കാഴ്ചയില്ലാത്ത പലരും കടന്നു പോകുന്നതെന്ന് ഫാദർ ജോസ് ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്.